This is a very important section. ആലോചിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്കൊരു ലൈറ്റ് രണ്ട് മീഡിയം എടുക്കാം. ഓക്കെ, ഇത് റയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം. ഓക്കെ, ഇനി ലൈറ്റ് വരുന്നത് ശ്രദ്ധിച്ചോണം. ഞാനിവിടെ ഒരു ലൈറ്റിനെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് നോർമലി വീഴ്ത്തി. ഓക്കെ, ഈ ലൈറ്റിന് ഒന്നും സംഭവിക്കില്ല, ഇറ്റ് മൂവ്സ് ലൈക്ക് ദാറ്റ്. അത് അതുപോലെ കയറി പോകും. ഇത് നമുക്ക് പണ്ടേ പഠിച്ചാണ്. ലൈറ്റിന് ഡീവിയേഷൻ ഒന്നുമില്ല. ഇനി ലൈറ്റിനെ ഞാൻ ഇങ്ങനെ ചരിച്ച് വീഴ്ത്തി. ഓക്കെ, ഇങ്ങനെ ചരിച്ച് വീഴ്ത്തി. ഓക്കെ, ഇതാ ഇവിടെ ഒരു നോർമൽ വരയ്ക്കാം. നിങ്ങൾ തന്നെ പറയൂ എന്ത് സംഭവിക്കും, പറയൂ. ലൈറ്റ് വളയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയനെ. ഇറ്റ് ബെൻസ് ടുവേഴ്സ് എ നോർമൽ ആണെങ്കിൽ ഇങ്ങനെ വന്നനെ, ബെൻസ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഈ ലൈറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇവിടെ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് കയറുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ലൈറ്റ് ബെൻസ് എവേ ഫ്രം നോർമൽ എന്നൊക്കെ നമുക്കറിയാം. ഇനി ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഞാനിനി ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറേ കൂടെ കൂട്ടി വിട്ടു കേട്ടോ. അപ്പോൾ ഈ പോയിന്റിലേക്ക് ലൈറ്റിനെ ഇങ്ങനെ വിട്ടു. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഞാൻ ലൈറ്റിനെ വിട്ടത്. ലൈറ്റ് വളയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ലൈറ്റ് വളയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പോയനെ. ബെൻസ് ടുവേഴ്സ് നോർമൽ ആണെങ്കിൽ ഇങ്ങനെ വന്നനെ. അപ്പോൾ ബെൻസ് എവേ ഫ്രം നോർമലാണ്. അപ്പോൾ ലൈറ്റ് ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോയി. കണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഇനിയും നോക്ക്, ഞാൻ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ്. ഒന്നുമില്ല, ലൈറ്റിനെ ഇതിനേക്കാളും കുറെ കൂടെ കൂടിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വിടാൻ പോവാണ്. അപ്പം ഞാൻ ഇതാ ഇങ്ങനെ വിട്ടു. കണ്ടോ, ഇങ്ങനെ വിട്ടു. സോ നോക്ക്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറേ കൂടെ കൂടി. കണ്ടോ, ഇത്രയും വലിയ ആംഗിളിലാണ് ലൈറ്റിനെ വിട്ടത്. ഇനി ഞാൻ എന്ത് റേ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. റിഫ്രാക്റ്റഡ് റേ വരും എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. വരുമോ? ഇല്ല, അടുത്ത വാവിനെ വരൂ. അപ്പോൾ ലൈറ്റ് വരില്ല, അടുത്ത റേ വരില്ല. അപ്പോൾ അടുത്ത റേ വരില്ല. പകരം നമ്മൾ വിട്ട ഇൻസിഡന്റ് റേ ഇല്ലേ, രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ സർഫസിൽ കൂടെ ഗ്രേസ് ചെയ്തുകൊണ്ട് പോകും, ഇങ്ങനെ ഉരുമിക്കൊണ്ട് പോകും. കണ്ടോ, അപ്പോൾ റിഫ്രാക്റ്റഡ് റേ അങ്ങനെ പോകും. അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ ചെയ്തത്, ആദ്യം രണ്ട് മീഡിയങ്ങൾക്ക് നോർമലായിട്ട് ഞാൻ ലൈറ്റിനെ വിട്ടപ്പോൾ അതേപോലെ കയറിപ്പോയി. ഇനി ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വിട്ടപ്പോൾ ഇറ്റ് ബെൻസ് എവേ ഫ്രം നോർമൽ. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറേ കൂടെ കൂട്ടിയപ്പോഴത്തേക്ക് റിഫ്രാക്റ്റഡ് റേ ഉണ്ടായിരുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറേയും കൂടെ കൂട്ടിയപ്പോൾ ഇനി എന്ത് റേ വന്നില്ല, റിഫ്രാക്റ്റഡ് റേ വന്നില്ല. ഇൻസിഡന്റ് റേ രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ വഴി എന്ത് ചെയ്തു, ഗ്രേസ് ചെയ്തു പോയി. ആണല്ലോ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഞാൻ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ താണ്ട് ഇങ്ങനെ വിടുകയാണ്, ലൈറ്റിനെ ഇങ്ങനെ ചേർത്ത് വിട്ടു. കണ്ടോ, അഹങ്കാരമല്ലേ. അപ്പോൾ ലൈറ്റിനെ ഇങ്ങനെ വിട്ടു. അപ്പോൾ ഈ പോയിന്റിൽ ഞാൻ എന്ത് വരയ്ക്കാം, നോർമൽ വരയ്ക്കാം. നിങ്ങൾ നോക്കൂ, ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടോ, ഭയങ്കര വലുതല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഈ ആംഗിളിനേക്കാളും കൂടിയ ആംഗിളിലാണ് നമ്മൾ ലൈറ്റിനെ വിട്ടത്. വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഏത് റേ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ്, റിഫ്രാക്റ്റഡ് റേ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. വരില്ല. ലൈറ്റ് ഇവിടെ വന്നിട്ട് ഇടിച്ചിട്ട് അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. ഈ പരിപാടിയെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് പറയുക, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ലൈറ്റ് റിഫ്രാക്റ്റഡ് റേ ഇല്ല, ലൈറ്റ് എന്ത് ചെയ്തു വന്നു, റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഇനി ഇവിടെ വെച്ചിട്ട് ഈ ആംഗിളിൽ വിട്ടപ്പോഴല്ലേ ലൈറ്റ് രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ലൈൻ വഴി ഗ്രേസ് ചെയ്ത് പോയത്. ഈ സമയത്തുള്ള ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഞാൻ ക്രിട്ടിക്കൽ ആംഗിൾ എന്നും വിളിക്കും. എന്താ വിളിക്കുക, ക്രിട്ടിക്കൽ ആംഗിൾ. ഒന്നും കൂടെ ഞാൻ പറയാം, ഞാൻ ചെയ്ത പണി കംപ്ലീറ്റ് പറയാം. സോ see, this is a line separating two media, one rarer medium and another denser medium. Okay, then see, I am allowing a light to fall like this, so nothing will happen to its direction, it will proceed like that. So because light is falling normal to the surface separating the two media, then I am allowing light to fall like this. At this point I can draw a normal. So what will happen, this light is entering from a rarer medium to denser medium. So if it is not undergoing any deviation, it has to move like this. If it is bending towards a normal, it has to come like this. But it is bending away from the normal, so it will move like this. So it will move like this, no doubt. So this angle is called angle of incidence. No problem. Then this angle is called angle of refraction. ബുദ്ധിമുട്ടൊന്നും ആർക്കും തോന്നിയില്ല. Now I am increasing the angle of incidence. See, I am increasing the angle of incidence. Okay, so this is a new angle of incidence. Am I right? So in this condition I am expecting for the refracted ray. So but no refracted ray. I am getting no refracted ray. So instead I am getting a ray like this. Okay, I am getting a ray like this.
Okay, no refracted ray, I'm getting a ray like that. See, this ray is grazing the line surface separating the two media. See, this is the incident ray and the next ray is grazing the surface separating the two media. Okay, so this can be considered as angle of incidence. You take this as angle of refraction. It is 90 degree. Am I right? So this is angle of refraction. Am I right? See, this time this angle of incidence can be called by the name C. So it is known as critical angle. So what is critical angle? When consider the entry of light from denser medium to rarer medium. You consider the entry of light from denser medium to rarer medium. As the angle of incidence is increased, see, angle of refraction also increases. See, when angle of incidence is increased, angle of refraction also increases. Then at a particular angle of incidence, the refracted ray grazes the surface separating the two media and angle of refraction will be 90 degree. That time the angle of incidence value is known by the name critical angle, represented as C. See, you consider the entry of light from denser medium to a rarer medium. Then see, as the angle of incidence is increased, angle of refraction also increases. At a particular angle of incidence, the refracted ray grazes the surface separating the two media and angle of refraction will be 90 degree. That angle of incidence value is known as critical angle. So what is critical angle? Critical angle is the angle of incidence in denser medium. Am I right? For which angle of refraction is 90 degree when light enters from denser medium to rarer medium. Once again, critical angle is the angle of incidence in rarer medium. Critical angle is angle of incidence in denser medium, for which angle of refraction is 90 degree when light enters from denser medium to rarer medium. Is it? ഇനിയും എൻ്റെ അഹങ്കാരം കണ്ടിന്യൂ ചെയ്യുന്നു ഞാൻ. എന്താണ്? See, I am sending a light ray at an angle greater than this. ഇതിനേക്കാളും കൂടിയ ആംഗിളിൽ ലൈറ്റ് വിടുന്നു. നോക്കിക്കോ, അപ്പോൾ ഞാനിതാ ഇത്തിരി കൂടെ ഇങ്ങനെ വിടുന്നു ലൈറ്റ്. ഓക്കെ, സോ അറ്റ് ദിസ് പോയിന്റ് ഐ കൻ ഡ്രോ എ നോർമൽ. യു സീ ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് ആംഗിൾ എങ്കിൽ see, the incident ray reflects back. Incident ray അവിടെ നിന്ന് എന്ത് ചെയ്ത് വരും? റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. സോ ഇതെന്താണ്? റിഫ്ലക്റ്റഡ് റേ. ഇതെന്താണ്? നോർമൽ. സോ ദിസ് ആംഗിൾ ഈസ് കോൾഡ് വാട്ട്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതെന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി റിഫ്ലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഐ വിൽ ബി ഈക്വൽ ടു വാട്ട്? ആർ. ഈ ഐയും ആറും ഈക്വൽ എന്നുള്ള കണ്ടീഷനിലാണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ബൈ ദ നെയിം എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓർത്ത് വെച്ചോണം. നമ്മൾ TIR എന്നെഴുതും. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടത്തണമെങ്കിൽ ഉള്ള കണ്ടീഷൻസ് പറയൂ. ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് കയറണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ഇത് രണ്ടുമാണ് കണ്ടീഷൻസ്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ തിങ്സ് ഓൺസ് അഗെയിൻ. ഇനി പറയില്ല. സോ സി എക്സ്പ്ലെയിൻ ദ ടേംസ് ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ പറയൂ. Consider the entry of light from a denser medium to a rarer medium. As the angle of incidence is increased, angle of refraction also increases. At a particular angle of incidence, the refracted ray grazes the surface separating the two media and angle of refraction will be 90 degree. That angle of incidence is known by the name critical angle. Then, if the angle of incidence is greater than critical angle, there will be no refracted ray. The incident ray reflects back after obeying laws of reflection. This is known as total internal reflection. Is it clear? ഇനി നിങ്ങളിവിടെ ഈ സിറ്റുവേഷൻ വെച്ചിട്ട് പറയണം. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? C ആണ്. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? R ആണ്. അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ അറിയാം. സൈൻ ഓഫ് വൺ ആംഗിൾ ബൈ സൈൻ ഓഫ് അനദർ ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈ ആർ എടുത്ത മീഡിയം. അങ്ങനെയാണ് നേരത്തെ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് കാണാതെ പിടിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. സൈൻ ഓഫ് ആംഗിൾ ഇൻ വൺ മീഡിയം ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഇൻ നെക്സ്റ്റ് മീഡിയം ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആംഗിൾ ഇൻ ദാറ്റ് സെക്കൻഡ് മീഡിയം. ഓക്കെ, അതാണ് നമ്മുടെ ഐഡിയ. അപ്പം നമുക്കിവിടെ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് റീട്രേസബിൾ. സോ ലൈറ്റിൻ്റെ the path of light is retraceable or reversible. So ലൈറ്റിന്റെ പാത്തിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ലൈറ്റിനെ ഇങ്ങനെ വിട്ടാൽ ലൈറ്റ് അങ്ങനെ പോവുമെങ്കിൽ
നിങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടാൽ ഇങ്ങോട്ടും വരും. ഓക്കെ, സോ ഐ ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് ആംഗിൾ ആസ് ദിസ്. ഇതിനെ ഫസ്റ്റ് ആംഗിൾ ആയിട്ട് എടുക്കാം, ഞാൻ ഇതിനെ സെക്കൻഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ പറയൂ, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. സൈൻ ആർ ഡിവൈഡഡ് ബൈ, പെട്ടെന്ന് പറയൂ, സൈൻ ഐ ഈക്വൽ ടു എടുത്താൽ എന്ത് വരും? സൈൻ ആർ ബൈ സൈൻ ഐ എടുത്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ കിട്ടില്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ കിട്ടും, ആണല്ലോ. ഇനി ഇവിടെ വാല്യൂസ് പറയണം. സൈൻ പറയും മക്കളെ, ആറിന്റെ വാല്യൂ എത്ര? 90. സൈൻ 90 ഡിവൈഡഡ് ബൈ സൈൻ ഐ എന്ന് പറഞ്ഞാൽ സൈൻ സി ആണ്, ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ എന്നാണ്, ആണല്ലോ. ഇനി പറയൂ, സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. സോ 1 ബൈ സൈൻ സി ഈക്വൽ ടു refractive index of denser medium. ഓർത്ത് വെച്ചോണം. So what is the equation we get here? Refractive index of denser medium is equal to 1 by sine of critical angle. ഇത് ഓർത്ത് വെച്ചോണം, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. സോ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, obtain refractive index of denser medium. C അവർ തന്നേക്കും. ഓക്കെ, സോ 1 by sine c is equal to refractive index of denser medium. ഇനി അതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ റെസിപ്രോക്കൽ എടുത്താൽ sine c is equal to what? 1 by refractive index of denser medium, ആണല്ലോ. ഇനി സി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയൂ, സൈൻ ഇൻവേഴ്സ് 1 by n ഡെൻസർ എന്നാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഇപ്പം പറയണം. സോ ഒരു പ്രയാസമുള്ള കേസല്ല ഞാൻ പറഞ്ഞത്. സോ വൺസ് അഗൈൻ, സോ ലിസൺ പ്രോപ്പർലി. ദിസ് ഈസ് one angle. What is it? I equal to C here. Then this is the next angle. So it is R. Here R is 90 degree. You can take any one angle first. So shall I take this as first angle? So sin R by sin I equal to refractive index of the second medium. So what is the second medium here? Denser. So sin R by sin I equal to what? Refractive index of denser medium. What is R here? 90. So sin 90 divided by what is I? Sin C equal to refractive index of denser medium. Sin 91 divided by sin C equal to refractive index of denser medium. So what is the equation to calculate refractive index of denser medium? Refractive index of denser medium is equal to 1 by sin C. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? സോ നല്ലൊരു ക്വസ്റ്റൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറയൂ, ഫ്രം ദ ബിഗിനിങ് വൺസ് അഗൈൻ. കൺസിഡർ ദ എൻട്രി ഓഫ് ലൈറ്റ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഇൻക്രീസ്ഡ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ റിഫ്രാക്റ്റഡ് റേ grazes the surface separating the two media and angle of refraction will be 90 degree. That time the angle of incidence value is known as critical angle. So critical angle is the angle of incidence in denser medium for which angle of refraction is 90 degree when light enters from denser medium to rarer medium. Then if the angle of incidence is greater than critical angle, there will be no refracted ray. The incident ray reflects back after obeying laws of reflection. Okay, then what is the next one? What is the situation? What is the equation we use here? 1 by sin C equal to refractive index of denser medium. Is it clear? അടുത്തതിലേക്ക് പോകൂടെ?